ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു മട്ടൺ ചോപ്സ് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാൻ 1 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നല്ലതുപോലെ നല്ല വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ച് കഴുകിയാൽ ആ സ്മെല്ലെല്ലാം പോവും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകി പിന്നെ നമ്മുടെ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിനകത്ത് നമുക്കിന്ന് മസാല എന്ന് പറയുന്നത്, ഞാൻ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, അത് നമ്മുടെ കുരുമുളക് തന്നെയാണ്. അതുപോലെ ഗരം മസാല നമ്മൾ ഇവിടെ ഉണക്കി പൊടിച്ചെടുത്ത ഗരം മസാല, കൂടുതൽ അതിനകത്ത് പെരിഞ്ചീരകം ഇട്ട ഗരം മസാലയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം ഇവിടെ ഹോം മെയ്ഡാണ്. അപ്പോൾ ഇത് 3 നമ്മൾ ഇങ്ങോട്ടിട്ട്, അത് കഴിഞ്ഞിട്ട് ഞാനെടുത്തത് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി ജീരകം പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ച് മാത്രം എടുത്ത് ഇങ്ങോട്ടിട്ട്, ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇവിടെ നീരാണ്, അപ്പം ഉപ്പിട്ട് ഇനി നമുക്ക് എന്തുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരു 1/2 വേവാക്കിയിട്ട് നമുക്ക് എടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കാം. നല്ലതുപോലെ നമ്മൾ കൈ വെച്ച് കുഴച്ച് മസാലയൊക്കെ പിടിക്കും. ഇത് ഓൾറെഡി വേവുണ്ടല്ലോ, അപ്പോൾ ഒരു വിസിലടിച്ച് നോക്കാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മട്ടൺ ഇങ്ങനെ ഒറ്റ വിസിലടിച്ചിരിക്കുകയാണ്. ഞാൻ തുറന്നു നോക്കിയില്ല, അതവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് അതിനോട് ആവശ്യമുള്ള സാധനങ്ങൾ, ഞാനൊരു 10-20 ചെറിയ ഉള്ളിയും, ഒരു സവാള നമ്മൾ ഓൾറെഡി അതിനകത്ത് ഇട്ടായിരുന്നത്, പിന്നെ ഒരു സവാളയും ഇട്ട്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ അതിൻ്റെ മസാല എന്ന് പറയുന്നത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇനി നമ്മൾ ഗരം മസാലയും ഇതൊക്കെ ചേർക്കും, മുളക് പൊടിയൊക്കെ ചേർക്കും. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഗ്രേവി, ഈ മട്ടൺ ചാപ്സ് നല്ല തിക്ക് ഗ്രേവി ആയിരിക്കണം. അതിന് വേണ്ടി ഞാൻ പാൻ അടുപ്പിൽ വെച്ചു, 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്തായിരുന്നു. ഇതിൻ്റെ 1 സ്പൂൺ ഞാൻ ആദ്യം അതിനകത്ത് ഇട്ടായിരുന്നു കുക്കറിൽ. ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം നമ്മൾ ഈ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇടാം. ഇത് ആട്ടിയ വെളിച്ചെണ്ണയാണ്, നല്ല മണമുണ്ട്. അപ്പോൾ അത് തീ കൂട്ടി അതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ട് നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇടാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റിന് നല്ലൊരു മണം വരും, നല്ല മൂത്തൊരു മണം വരുമ്പോൾ പിന്നെ നമ്മൾ എന്തെണ്ണന്നറിയോ, നമ്മുടെ സവാളയും ഒക്കെ ഇത് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ലതുപോലെ മൂത്ത് നല്ലൊരു മണം വരും. അപ്പോൾ അതിൻ്റെ പച്ചമണം എല്ലാം മാറിക്കും. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയോ, നമ്മുടെ സവാള എല്ലാം കൂടെ സവാളയും തക്കാളിയും നമ്മുടെ ചെറിയ ഉള്ളി പച്ചമുളക് കേട്ടോ എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല 1/4 ഭാഗം മൂത്ത് റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യാൻ അറിയാമോ, ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും ഈ മല്ലിപ്പൊടിയൂടെ ഇട്ട് ഒന്ന് മൂപ്പിക്കാം. ആ മല്ലിപ്പൊടിയൊക്കെ നല്ലതുപോലെ, അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. മുളക് പൊടിയേക്കാളും നമുക്ക് ഈ മല്ലിപ്പൊടിക്കാണ് അതിൻ്റെ പിന്നെ മൂപ്പ് കൂടുതൽ. അപ്പോൾ അത് പച്ച മണം വരരുത്. അപ്പം നല്ലതുപോലെ ആ മല്ലി മൂക്കട്ടെ. എന്നിട്ട് ഞാൻ ഇന്നത്തിടുന്നത് ഈ 1/2 സ്പൂൺ കാശ്മീരി മുളക്, നിങ്ങൾക്ക് എരിവനുസരിച്ച് 1/2 സ്പൂണോ 1 സ്പൂണൊക്കെ ഇടാം കേട്ടോ. കാശ്മീരി മുളക് പൊടി നമ്മൾ ഓൾറെഡി കുരുമുളക് ഇട്ട് വേവിച്ചിട്ടുണ്ട്, ഗരം മസാല ഇട്ട് വേവിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് ഗരം മസാലയും കുരുമുളകൊക്കെ ലാസ്റ്റ് ഇടാം. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഗരം മസാല നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഗരം മസാല മൂക്കട്ടെ. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നല്ലതുപോലെ ഒന്ന് മൂപ്പായി കഴിയുമ്പം നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയാമോ, നിങ്ങളുടെ എരിവനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടണം കേട്ടോ. ഞാൻ ടീസ്പൂണാണ് ഇത്, കണ്ടോ, 1 ടീസ്പൂൺ കേട്ടോ, കണ്ടോ, ഇത്ര ഇടുന്നുള്ളൂ മുളക് പൊടി. നിങ്ങൾക്ക് 1, 2, 3 സ്പൂണൊക്കെ ഇടാതെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇടാം. ഇതൊന്ന് മൂക്കട്ടെ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പച്ചമണം മാറി മസാലകളെല്ലാം നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ സൂപ്പറായിട്ട് വരും. അപ്പോൾ നമ്മുടെ
ഞാൻ കുക്കർ തുറന്ന് നോക്കിയപ്പം ഉണ്ട്, നമ്മൾ വെള്ളം ഒഴിക്കാഞ്ഞിട്ട് തന്നെ വെള്ളമുണ്ട്. ഈ വെള്ളം നമുക്ക് സ്റ്റോക്കാണ്, ഒട്ടും കളയരുത്. എന്ന് വെച്ചാൽ കുറച്ച് ഇങ്ങോട്ട് ഒഴിച്ച് ഈ ഉള്ളി ഒന്ന് വേവിക്കുക. എന്ന് വെച്ചാൽ നല്ല നമ്മുടെ തിക്ക് ഗ്രേവി കിട്ടണം, അതാണ് എൻ്റെ ടേസ്റ്റ്. അപ്പം നമ്മുടെ മട്ടൺ വെന്തോ നോക്കണം. ഞാൻ ഒരു വിസിലടിച്ച് താഴ്ത്തി വെച്ചതാണ്. വെന്തില്ലെങ്കിൽ നമ്മൾ ഈ ഇതൊന്നുകൂടെ ഒന്ന് വെന്തിട്ട് ഒന്നുകൂടെ കുക്കറിൽ നമ്മളിട്ട് വേവിക്കും. അതല്ല എങ്കിൽ വെന്തിട്ടുണ്ടെങ്കിൽ മട്ടൺ ഇതിനകത്തോട്ടിട്ട് ചെറിയ ഫ്ലെയിമിൽ വേവിക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒരുവിധം തിക്കായി, ഒരുവിധം ഉള്ളിയൊക്കെ നമ്മുടെ വെന്ത്. ഇനി നമുക്ക് എന്താ ചെയ്യാറ്, ഇതിനകത്ത് ഞാൻ നോക്കിയപ്പം ഇച്ചിരി വേവാനുണ്ട്. അപ്പം ഞാൻ ഈ കുക്കറിനകത്തോട്ട് തന്നെ ഇത് നമ്മുടെ ഗ്രേവി ഇടുകയാണ്. ഒരു വിസിലൂടെ അടിച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെന്ത മട്ടനാണെങ്കിൽ അത് ഈ നമ്മുടെ ഈ പാലിനകത്തോട്ട് ഇടാം കേട്ടോ. ഓക്കെ, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഗ്രേവിയെല്ലാം നല്ല തിക്ക്. ഇനി നമുക്ക് ഒരു പകുതി ഭാഗം വെന്ത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കാനകത്ത്. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഒരു വിസിലൂടെ അടിച്ച് നല്ല സൂപ്പറാക്കി വെന്തിട്ടുണ്ട്. വെന്ത് നോക്കിയുണ്ട്, എൻ്റെ ഗ്രേവി ഭയങ്കര സൂപ്പറായിട്ടോ. ആ മസാലയൊക്കെ പിടിച്ച് മട്ടണൊക്കെ നല്ല അടിപൊളിയാക്കി വെച്ചു. ഇനി നമുക്ക് എൻ്റെ ഒരു സീക്രട്ട് ഗ്രേവിയുടെ ഇടാം. അപ്പോൾ നമുക്ക് ഒരു കട്ട തൈര് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നല്ല സൂപ്പറായിട്ട് അത് നല്ലതുപോലെ ഇളക്കി. ഈ ചാപ്സിൻ്റെ ഗ്രേവി ഭയങ്കര കേട്ടോ, സൂപ്പർ. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തായാലും കുറച്ച് കുരുമുളക് പൊടിയോ ഗരം മസാലയോ ഒക്കെ ചേർക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയുടെ അതിനകത്ത് ആഡ് ചെയ്യാണ്. ഗരം മസാല ഞാൻ നോക്കിയപ്പോൾ നല്ലതുപോലെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കതോടെ ആഡ് ചെയ്യാം. ഉണ്ടോ, നല്ല തിക്ക് ഗ്രേവിയാണ്, സൂപ്പർ. നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മട്ടൺ ചാപ്സ് റെഡി ആയിരിക്കുന്നു. അതിൻ്റെ ഗ്രേവി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ മട്ടൺ വെക്കുമ്പോൾ പിന്നെ ഇത് തന്നെ ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് വെക്കും. അതുപോലെ മസാലയൊക്കെ പിടിച്ച് വളരെ ടേസ്റ്റായിട്ട് ഉള്ള മട്ടൺ ചാപ്സാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.